നമസ്കാരം. ഓം 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 കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 25. ഖരനും ശ്രീരാമനും തമ്മിൽ ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൃക്ഷങ്ങളും പാറകളും ഒക്കെ ഏന്തിക്കൊണ്ട് രാക്ഷസന്മാർ രാമൻ്റെ നേരെ പാഞ്ഞടുത്തു. അപ്പോൾ രാമനും വളരെ ശക്തിമത്തായ ബാണങ്ങൾ അവരിൽ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. രാക്ഷസന്മാർ കുന്തങ്ങളും ശരങ്ങളുമൊക്കെ തൻ്റെ നേരെ പ്രയോഗിക്കുന്നത് കണ്ട് അതിശക്തനായ രാമൻ ഗാന്ധർവാസ്ത്രം രാക്ഷസരിൽ പ്രയോഗിച്ചു. അങ്ങനെ മണ്ഡലാകാരമായി കുലച്ച വില്ലിൽ നിന്ന് പറന്ന ആയിരക്കണക്കിന് ബാണങ്ങൾ 10 ദിക്കുകളിലും നിറഞ്ഞു. രാമൻ അമ്പുകൾ എടുക്കുന്നതും തൊടുക്കുന്നതുമൊക്കെ അത്ര വേഗത്തിലായിരുന്നു. അതുകൊണ്ട് രാക്ഷസന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. ശരങ്ങൾ നിറഞ്ഞുണ്ടായ ഇരുട്ടുകൊണ്ട് ആകാശം മൂടി സൂര്യനെ മറച്ചു. ഇപ്പോൾ രാക്ഷസന്മാർ അനേകായിരം ഭൂമിയിൽ വീണ് ചത്തുകിടക്കുകയാണ്. അങ്ങനെ രാക്ഷസന്മാരാൽ ഭൂമി നിറഞ്ഞ് കുമിഞ്ഞു എന്ന് പറയുന്നു. അടുത്ത ശ്ലോകങ്ങൾ വായിക്കാം. ശ്ലോകം 42. നിഹതാ പതിതാ ക്ഷീണ ഛിന്നാ ഭിന്നാ വിദാരിതാഃ തത്ര തത്ര സ്മ ദൃശ്യന്തേ രാക്ഷസാസ്തേ സഹസ്രശഃ. കൊല്ലപ്പെട്ടവർ, വീണ് കിടക്കുന്നവർ, തളർന്ന് അവശരായവർ, ശകലിതരായവർ, മുറിപ്പെട്ടവർ, ഇങ്ങനെ ആയിരക്കണക്കിന് രാക്ഷസന്മാർ അവിടെ ചിതറിക്കിടന്നു. 43, 44, 45, 46 ശ്ലോകങ്ങൾ. സൂക്ഷ്മതൈരുത്തമാംഗൈച്ഛ സാംഗതൈർബാഹുഭിസ്തഥാ ഊരുഭിർബാഹുഭിശ്ചൈന്യർ നാനാരൂപൈർവിഭൂഷണൈഃ ഹയൈച്ഛ ദിവമുഖ്യൈച്ഛ രഥൈർഭുന്യൈരനേകശഃ ചാമര വ്യജനൈശ്ഛത്രൈർധ്വജൈർനാനാവിധൈരപി രാമേണ ബാണാഭിഹതൈർവിച്ഛിന്നൈഃ ശൂലപട്ടിശൈഃ ഖഡ്ഗൈഃ ഖണ്ഡീകൃതൈഃ പ്രാസൈർവികൈർണച്ഛ പരശ്വതൈഃ ചൂർണിതാഭി ശിലാഭിശ്ച ശരൈഛിത്രൈരനേകശഃ വിച്ഛിന്നൈഃ സമരേ ഭൂമിർ വിസ്തീർണാദ്ഭൂത് ഭയങ്കരാ. 4 ശ്ലോകങ്ങളുടെ അർത്ഥം. 43 മുതൽ 46 വരെ. രാമൻ്റെ ബാണങ്ങളാൽ അഭിഹതരായവർ പല മട്ടിലായി ഉഷ്ണീഷത്തോടുകൂടി ഛേദിക്കപ്പെട്ട ബാഹുക്കൾ, തോൾവളകളോടുകൂടി ഛേദിക്കപ്പെട്ട ശിരസ്സുകൾ, ഛിന്നങ്ങളായ കുതിരകൾ, വൻപന്മാരായ ആനകൾ, അനേകം ശകലങ്ങളായി നുറുങ്ങിയ രഥങ്ങൾ, നാനാവിധങ്ങളായ ചാമരങ്ങൾ, ആലവട്ടങ്ങൾ, ഛത്രങ്ങൾ, ധ്വജങ്ങൾ, വിചിത്രങ്ങളായ പട്ടിശങ്ങൾ, വാളുകൾ, കഷണങ്ങളായി ചിതറിയ കുന്തങ്ങൾ, ചിതറിക്കിടക്കുന്ന വെൺമഴുക്കൾ,
പൊടി തവിടായി ചിതറിയ ശിലകൾ, വിച്ഛിന്നങ്ങളായ വിചിത്ര ശരങ്ങൾ ഇവയെല്ലാം കൂടി ആ രണാങ്കണത്തെ അതിഭയാനകമാക്കി തീർത്തു. ശ്ലോകം 47. താൻ ദൃഷ്ട്വാ നിഹതാൻ സർവേ രാക്ഷസാ പരമാതുരാഹ ന തത്ര ചലിതും ശക്ത രാമം പരപുരഞ്ജയം. ഇങ്ങനെ അവിടെ വീണ് കിടക്കുന്ന അവരെ എല്ലാവരെയും കണ്ട് ഏറെ ദുഃഖിച്ചവരായ രാക്ഷസന്മാർ അതിശക്തനായ രാമനെ സമീപിക്കാൻ ശക്തരായില്ല. ശ്ലോകം 48. ബലാവശേഷം തു നിരസ്തമാഹവേ ഖരാധികം രാക്ഷസദുർബലം ബലം ജഘാന രാമ സ്ഥിരധർമ്മപൗരുഷൗ ധനുർബലൈ അപ്രതിമവാരണൈശരൈഹൈ. അവസാനത്തെ ശ്ലോകമാണ് 48ാമത്തെ ശ്ലോകം. ഖരനെ ആശ്രയിച്ചുള്ള സൈന്യത്തിൻ്റെ ഒരു ഭാഗം തുടച്ചു നീക്കപ്പെട്ടു. സ്ഥിരധർമ്മപൗരുഷനായ രാമൻ അപ്രതിവാരണമായ ബാണങ്ങളാൽ ആ ദുർബല സൈന്യത്തെ എല്ലാം കൊന്നൊടുക്കി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.